ഒന്നിക്കൊന്നിൻ്റെ ഫ്ലാറ്റ് സീലിങ്ങിൻ്റെ ഓട് ആരെങ്കിലും വീടിൻ്റെ റൂഫിൽ ട്രസ് ചെയ്ത് കണ്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ വാങ്ങേണ്ട പട്ടികയാണ് ഈ കാണുന്നത്. MS-ൻ്റെ T ആംഗിളർ. ഓക്കെ അല്ലേ? ഒന്ന് നിലത്ത് കെട്ട്. ഇനി മറ്റേമ്മ കാണിച്ചു തരാം. ഉണ്ടോക്കിയാ T കണ്ടോ? ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര. T ആണ്. ഇനി നിലത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് നിലത്ത് വെച്ച്. അപ്പം ഇങ്ങോട്ടൊരു സെകണ്ട്, ഇങ്ങോട്ടൊരു സെകണ്ട്, നടുവിലൊരു മതിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരടി കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത പട്ടിക ഇവിടെ വരും വരച്ച്. അതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഈ ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുക, ഓട് വെക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓട് വെച്ച് വരുന്ന സമയത്ത് ഓൾറെഡി ഇതിന് ബെൻഡ് ഉണ്ടാവും. ഈ പട്ടിക ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വെൽഡിങ്ങുകാർ കറക്റ്റ് എന്ത് ചെയ്യുന്നത്, നല്ല ബെൻഡ് തീർത്തിട്ട് മാത്രമാണ് അതിൽ വെക്കുന്നത്. പിന്നെ ഓല് കാണാത്ത വേറൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ സ്ട്രെയിറ്റ് ആണ്. ഈ സ്ട്രെയിറ്റ് കഴിഞ്ഞ അവിടെ തന്നെ ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ ഇവിടെ മൊയ്ച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് കാണൂല. അപ്പോൾ എന്താക്കുമെന്ന് അറിയോ, ഈ ഓട് വെച്ചതിന് ശേഷം അടുത്ത ഓട് വെക്കുമ്പോഴും ഇത് മൊയമ്മൽ കയറി ഉണ്ടാവും. അപ്പോൾ അടിയിൽ നിന്ന് സ്റ്റെപ്പ് കാണും. അപ്പം ചിലപ്പം ഓട് കറക്റ്റ് കട്ട് ചെയ്തേക്കാണെങ്കിൽ നൂലിന് കട്ട് ചെയ്തേക്കാണെങ്കിൽ കറക്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൈൻഡർ കൂടുതൽ വെച്ചുകൊണ്ട് ഈ ചാല് കറക്റ്റ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടൊക്കെ ഫിറ്റാക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കറക്റ്റ് മിയാമിയെങ്കിൽ എടുത്തെങ്കിൽ മാത്രമേ ഫ്ലാറ്റ് സീലിംഗ് ഓടിൻ്റെ ആ റിസൾട്ട് ആ പെരക്കാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരാണ് T ആംഗിളർ. ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് വാർപ്പിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട് ഒരു ടൈപ്പ് ട്രസ്സിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സംഭവം സെറ്റാണ്, വെറൈറ്റിയാണ്, കുറച്ച് ഏരിയ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രസ്സിൻ്റെ ഒരു നേക്ക് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ 2 ഓട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൗക്കോലിൻ്റെ മുകളിലൊരു പട്ടിയും കൗക്കോലിൻ്റെ അടിയിൽ വേറെ പട്ടികയാണ് വരുന്നത്. കൗക്കോലിൻ്റെ അടിയിൽ പട്ടിക അടിക്കാനുള്ള കാരണം എന്താ അറിയോ, ഇവിടെ വരുന്ന സീലിങ്ങിൻ്റെ ഓട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൊന്നിൻ്റെ ഫ്ലാറ്റ് സീലിങ്ങിൻ്റെ ഓടാണ്. ഈ സീലിങ്ങിൻ്റെ ഓട് വെക്കണം എന്നുണ്ടെങ്കിൽ കൗക്കോലിൻ്റെ അടിയിൽ തന്നെ എന്ത് ചെയ്യണം, പട്ടിക വേറെ തന്നെ അടിക്കണം. അല്ലാതെ ഒരു പട്ടികയിൽ 2 ഓട് വെക്കണോടത്ത് ഈ സീലിങ്ങിൻ്റെ ഓട് വെക്കാൻ പറ്റൂല. അപ്പം അടിയിലുണ്ടല്ലോ സീലിങ്ങിൻ്റെ ഓട് ഒന്നിക്കൊന്ന്, മുകളിൽ സെറാമിക്കിൻ്റെ ഈ ചോപ്പ് ഡോട്ടോട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ചെരിവൊക്കെ ഉള്ളിടത്ത് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് വീടുമ്പോൾ പല എഞ്ചിനീയേഴ്സും ഈ ട്രസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ട് പല ക്ലൈൻറ്റും എന്താ ചെയ്യാമെന്നറിയോ, ഒരൊറ്റ പട്ടിക അടുപ്പിക്കുള്ളൂ. അതിൽ ഏതെങ്കിലും ഇതേപോലത്തെ ഒരു ഓട് വിരിച്ച് കണ്ട് വേഗം കളം കലിയാക്കും. പക്ഷേ സീലിങ്ങിൻ്റെ ഓട് ആ ട്രസ്സുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പണിക്കാരായ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. എന്തെന്നറിയോ, ഈ സീലിങ്ങിൻ്റെ ഓട് ഏതായിക്കോട്ടെ അത് വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു സീലിംഗ് വരില്ല, ജിപ്സം വേറെ വരില്ലല്ലോ. അതുകൊണ്ട് സീലിംഗ് ഓട് വൃത്തിയിൽ വിരിക്കണം. ഇനി നമ്മുടെ നാട്ടിൽ പൊതുവേ ഇറങ്ങുന്ന 2 സീലിങ്ങിൻ്റെ ഓടാണുള്ളത്. ഒന്ന് ഈ ഫ്ലാറ്റ്, ഇതിപ്പം ട്രെൻഡായ സാധനമാണ്. ഇതിന് മുമ്പ് പഴയ ടൈപ്പ് ഒരു സീലിങ്ങിൻ്റെ ഓടുണ്ട് ചകല്ലേ. ആ സീലിങ്ങിൻ്റെ ഓടിൻ്റെ പ്രത്യേകം എന്താ അറിയോ, ഇതേപോലത്തെ ഒരു പട്ടിക ഫസ്റ്റേ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടികമേൽ ആ സീലിങ്ങിൻ്റെ ഓട് വെച്ച് കണ്ട് അയിമത്തെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ സെറാമിക്കിൻ്റെ ഓടും മണ്ണിൻ്റെ ഓടൊക്കെ ഇരിക്കാൻ പറ്റും. ഒരു പട്ടികമേൽ 2 ഓടും അത് വെച്ച് ഇരിക്കാൻ പറ്റും. പക്ഷേ ഇതിനെന്ത് ചെയ്യണം, എപ്പോഴും സെപ്പറേറ്റ് ഒരു പട്ടിക നിർബന്ധമാണ്. ഇതിൻ്റെ സ്റ്റൈൽ പറഞ്ഞാൽ വേറെ ലെവലാണ്, അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്നറിയോ, ആ ചേകളുള്ള സീലിങ്ങിൻ്റെ ഓടി വിൽക്കുന്ന സമയത്ത് പണിക്കാർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വെർട്ടിക്കലി, അതായത് നമ്മൾ പഠിക്കണ മാതിരി തെറ്റിച്ച് വിരിക്കണോ സ്ട്രെയിറ്റിൽ ഇരിക്കണോ എന്നുള്ളത്. സ്ട്രെയിറ്റിലാണെങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ സീലിങ്ങിൻ്റെ ഓട് വെക്കുന്ന സമയത്ത് പണിക്കാർ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. ഈ പണി കരാറെടുക്കാൻ പറ്റില്ല. കരാറെടുക്കുകയാണെങ്കിൽ പരക്കാർക്ക് നഷ്ടമാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഈ പട്ടിക ബെൽഡിങ്ങുകാർ കറക്റ്റിൽ അടിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ നീക്കിയാൽ വെച്ച് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷേ എന്താ കുഴപ്പം എന്താ പറയുക, ഇതിനൊരു സ്റ്റെപ്പ് വരാണ്ട്. ഇതിൻ്റെ എഡ്ജ് വയ്ക്കുക കറക്റ്റ് ഷാർപ്പ് പക്കാണ്, ടൈൽസിൻ്റെ മാതിരിയാണ്. അപ്പം ഒന്ന് വെച്ചിട്ട് അടുത്തതാണ് വെക്കുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഈ ബെൽഡിങ്ങിൻ്റെ ഗ്രെയിൻസൊക്കെ ഉണ്ടാവും. അതാ കണ്ടോ, ഈ സാധനം കണ്ടില്ലേ, ഈ ചെറിയ ബെൽഡിങ്ങിൻ്റെ സാധനം കണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അല്ലോ ഈ MS-ൻ്റെ ആംഗിളറാണത്, ഒരു T ടൈപ്പ് ആംഗിളറിൽ വെക്കണത്. അപ്പോൾ ഈ ബെൽഡിങ്ങൊക്കെ വരുമ്പോൾ അതിന്മേലൊക്കെ ഈ സാധനം കയറുമ്പോൾ സ്റ്റെപ്പായിട്ട് പൊന്തിക്കും. അപ്പോൾ ഈ പണി മൊത്തം കഴിഞ്ഞ് വിരിച്ച് കഴിഞ്ഞ ശേഷം പണി കഴിഞ്ഞ് ഇൻറ്റീരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോഴാവും ഈ സ്റ്റെപ്പ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ ഭയങ്കര ബോറാണ്. അങ്ങനെ വിരിച്ച് കണ്ട് കൊളാക്കിയ ഒരുപാട് പേരെ നാട്ടിലാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സീലിങ്ങിനോട് നല്ല വൃത്തിയിൽ ഒരാളെ അടിയിൽ നിർത്തിക്കൊണ്ട് വിരിപ്പിക്കുക. ഒന്ന് വെച്ച് ഒന്ന് ജോയിൻ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റെപ്പ് വരണമെങ്കിൽ അവിടെ ഈർക്കിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താക്കാന്നറിയോ, ഈ അഡ്ജസ്റ്റ് ചെയ്യണതിൻ്റെയൊക്കെ ബാക്കിൽ നേരെ സിലിക്കോൺ അടിക്കുക. അപ്പോൾ ഒരു കാലത്ത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം പോയാലും ഓട് താവില്ല. അങ്ങനെ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ ഒരടിൻ്റെ ഈ ഒന്നിക്കൊന്നിൻ്റെ ഒരു ഫ്ലാറ്റ് സീലിങ്ങിൻ്റെ ഓട് ഒരു ഏരിയക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഒറ്റ വലിയൊരു സീലിംഗ് കൂടെ മാതിരി ഉണ്ടാവും. അത്ര വൃത്തിയായിരിക്കും, കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. ഇടയിൽ മാത്രം ആംഗിളർ പോകുള്ളൂ. എന്താ ലുക്ക് എന്നറിയോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം സംഭവം സെറ്റ്. സാധാ മറ്റേ ഓടുണ്ടല്ലേ, ഏത് ചകളുള്ള സീലിങ്ങിൻ്റെ ഓട്, അത് നമുക്ക് എങ്ങനെ വിരിക്കുക. പക്ഷേ അതിന് വേറെ കുഴപ്പമുണ്ട്. അതിന്മേൽ എന്താ കുഴപ്പം എന്ന് പറയുക, നമ്മളിപ്പോൾ ഡ്രസ്സ് അടിച്ച് വിചാരിച്ചോ, ഓടി വിരിക്കണതിനിടയിൽ കൂടെ നമുക്കിപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഈ ഏരിയ മൊത്തമായിട്ട് ഓടി വിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് വിരിച്ചിട്ട് ഈ ദാർപ്പായി കെട്ടിയേക്കാതെ പോയി കഴിഞ്ഞ് മഴ കൊണ്ട് കഴിഞ്ഞാൽ ആ ഓടിൻ്റെ അടിയിൽ എന്താക്കുമെന്ന് പറയും, അപ്പം പൂപ്പൽ കയറും. കാരണം അതിൻ്റെ അടിയിൽ പൂവൊക്കെ ഉണ്ടാവും, അത് നീളത്തിലുണ്ടാവുക. ഇത് പിന്നെ വീതിയുണ്ട്. ഇതിലങ്ങനെ എന്തായാലും ഒരു ദിവസം വെള്ളം കൊണ്ടു വെച്ചിട്ടൊന്നും എന്തായാലും ആ ഈർപ്പുണ്ടാവുന്നുള്ളൂ, അത് പിന്നെ ഉണങ്ങി പോയിക്കോളും. ഇതിന് പൂപ്പൽ കയറുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതാണിപ്പോൾ ട്രെൻഡ്. ഈ ഒരു സാധനം വിരിക്കണമെങ്കിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. കാരണം എക്സ്ട്രാ ഒരു പട്ടിക വേണം. മറ്റേത് രണ്ടും ഒന്നും ചെയ്യാൻ പറ്റും. ഈ പട്ടിക കാണിച്ചാലും കേട്ടോ നോക്കിയാൽ. കാരണം എന്താ, ഇതൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ചിന്ന വീഡിയോ ആണ്. ഇതാണ് ഈ ആംഗിളർ കണ്ടില്ലേ, ഇതിൻ്റെ ചെറിയ പീസൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ MS-ൻ്റെ T ആംഗിളറാണ്. ഇതെങ്ങനെ വെക്കുകയെന്നറിയോ,
ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഉണ്ടോ ഇങ്ങനെ നീക്കാം, സംഭവം സെറ്റാണ്. ഇനി അടുത്തതിൻ്റെ ഒരു ചെക നോക്കിയാൽ ടീ ആണിത്, ടീ കണ്ടില്ലേ, കറക്റ്റ് ടീ ആണ്. ഒരു ചെക ഇങ്ങോട്ടുണ്ടാവും, ഒരു ചെക ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള അടുത്തോടെ ഇങ്ങനെ വരും. ലാസ്റ്റ് പണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാ ഈ 1 ഇഞ്ച് വീതി, ഈ ഒരു പട്ട മാത്രം ഓരോ ഇടയിലുണ്ടാവുള്ളൂ. ഇനി അത് കവർ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്, പല ടെക്നിക്കുണ്ട്. പക്ഷെ അത് മതി, ഓവർ പൈസ ആരും കളയണ്ട. ബസ്സിൽ ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെ പണിക്ക് പോയാലും ക്ലൈൻറ്റിനോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും. അതേപോലെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, ഈ റൂഫിലേക്കുള്ള തെങ്ങിൻ്റെ ഓലയും അതേപോലെ തന്നെ പടുമരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വെട്ടി വെക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ, ഡബിൾ പർലിംഗ് ആണ്, എലി കയറും. എലി ഫസ്റ്റോടെ കയറുമെന്നറിയോ, മൂലനുള്ളിൽ കയറുക. ആയിക്കോട്ടെ കൂടെ ഇറങ്ങാൻ കഴിയില്ല, പക്ഷെ ഇറങ്ങാനുള്ള വകുപ്പൊക്കെ നമ്മളെന്ത് ബ്ലോക്ക് ആക്കും. പിന്നെയെന്ന് പറഞ്ഞേക്കാണെങ്കിൽ ഇവിടെ ഓടി വിരിക്കുന്ന സമയത്ത് ഇതാണ് അടിഭാഗം. ഒരാൾ എപ്പോഴും അടിയിൽ തന്നെ ഉണ്ടാവും. ഓനക്ക് എന്താ പണിയെന്ന് അറിയോ, ഓനെ മോൾ കയറ്റൂല. ഓനെ ഈ ആംഗിൾ നോക്കും, ഇങ്ങനെ എന്താ പാട് നോക്കും. അതേപോലെ ഈ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടല്ലോ അവിടെ നോക്കും, എല്ലാ ആംഗിളും നോക്കിയിട്ട് ഓൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാണ് ആ 4-ാം വരിയിൽ 5-ാമത്തെ പീസ് മാത്രം ചെറിയൊരു ബെൻഡ് ഇട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം അത് മാറ്റിയിട്ട് അടുത്ത് വെക്കും. അത് സൂട്ട് കറക്റ്റ് ആവണ പോലത്തിൽ ആ ഒരു ബെൻഡ് ഉണ്ടല്ലോ സ്റ്റെപ്പ്, അത് പോകുന്ന ലെവലിൽ വേറെ വെച്ച് റെഡിയാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് നീങ്ങുള്ളൂ. അങ്ങനെ ആയിരിക്കും പണി. കാരണം എന്താണെന്നറിയോ, ഇങ്ങനത്തെ പണി എടുത്തുകൊണ്ട് കൊളാക്കി ഒരുപാട് വരാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽസ് ഇപ്പോൾ 6-4 8-4 വന്ന്, പിന്നെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞ് അതിൻ്റെ ലൈറ്റിങ് വന്ന്, പിന്നെ ഇവിടെ ഹാൻഡ്രയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ വിചാരിച്ച മാരുന്നല്ല ഫ്യൂച്ചർ. കാരണം ഞങ്ങൾ ഒരാഴ്ചക്ക് പല വീട്ടിൽ പണിക്കുന്ന ആൾക്കാരാണ്. എനിക്കിതിൻ്റെ ഫ്യൂച്ചർ കാണാനായിട്ട് നല്ല രസമായിരിക്കും. ആ സമയത്ത് മോൾക്ക് നോക്കുമ്പോഴാവും ഈ സാധനം ഇങ്ങനെ സ്റ്റെപ്പിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ശരിക്കും കണക്ക് പ്രകാരം ഈ ബിൽഡിംഗ് അടിച്ച് ചങ്ങായി പക്കാണ്. ആ ഓടിങ്ങനെ നീക്കിയാണ്ട് സീലിംഗ് ഓടിട്ട് തീർക്കുക, സെറാമിക് ഓട്ട് തീർക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ പണി എടുക്കാമോ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഒരു ദിവസം മൊത്തമായിട്ട് സീലിംഗ് ഓട് മാത്രം നിങ്ങാണ്ട് വൃത്തിയാക്കുക, പിറ്റേ ദിവസം സെറാമിക് ഓടും. അങ്ങനെയാണ് ഇത് വിരിച്ചെടുക്കുക. അതല്ല നിങ്ങൾക്ക് നല്ലത്, പൈസ അല്ല, നമുക്ക് എപ്പോഴും നല്ല ഫിനിഷിംഗ് ആണ്. കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വിരിച്ച് കൊള്ളാക്കിയ 10 പേരെ ഞാൻ മലപ്പുറത്ത് മാത്രം കാണിച്ചു തരാം. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിന് ഇത് വിരിക്കുമ്പോൾ എന്ത് വേണം, അങ്ങനെ വേണമെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വീഡിയോ കാണാൻ നേരമില്ല. ചില ആൾക്കാർ കാണുന്നുണ്ട്, ഓരോ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. എലിയും മെരു കയറാനൊക്കെ മെയിൻ കാരണം എന്താ അറിയോ, ഈ തെങ്ങ് കണ്ടില്ലേ, ഈ തെങ്ങൊക്കെ അടുത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മളെന്താക്കുന്നത്, തെങ്ങ് താരാണ്ട് തെങ്ങാവും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഏരിയയ്ക്ക് നിൽക്കുന്ന ഓലല്ലേ മൊത്തം വെട്ടിയാൽ മതി. പിന്നെ കൊല്ലം കൂടുമ്പോൾ തേങ്ങയുടെ ആൾക്കാർ വരില്ല, ആ സമയത്ത് ബാക്കി വെട്ടിച്ചാൽ മതി. റൂഫിലേക്ക് സാധനം കയറി കഴിഞ്ഞാൽ എണ്ണാൻ എന്താക്കുന്ന അറിയോ, ആദ്യം മൂലോടിനുള്ള കൂടെ ഉള്ളിൽ കയറും. പിന്നെ ഇത് 4 ഗ്യാപ്പ് ഉണ്ടാവും, അതിൽ കയറിന്നിട്ട് തൂരിച്ചു പോകും. മെരു വരെ കയറിയാണ് ചേളാരി. ഇതേപോലെ തന്നെ അടിയിൽ 2-4 കൗക്കോലി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ മറ്റേ സീലിംഗ് കൂടെ ചോടത്തതിൻ്റെ ഇടയിലുണ്ടല്ലോ മെരുവിൻ്റെ കാട്ടം വരെ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, മെരു എന്നിട്ട് എന്താക്കിയെന്നറിയോ, ഓട് തള്ളിയിട്ടിട്ട് നേരെ ഒരു മേശൻ്റെ മേശമൊക്കെ വീണിട്ട് മേശമനുണ്ടല്ലോ ഓടി ഇങ്ങനെ വന്നിട്ട് വീണേ ഒരു കുത്തായിപ്പോയി. മൂപ്പർ നമ്മളോട് വീഡിയോ എടുത്തായിരുന്നു പുറത്ത്. കാരണം എന്താ പറയുക, അവിടുത്തെ എഞ്ചിനീയർ ഈ ഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത സമയത്ത് മൂപ്പർ പറഞ്ഞിട്ടേനു ഡ്രസ്സ് വേണ്ടെന്നുള്ളത്. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞാണ് ഡ്രസ്സ് മതി പറയാണ്ട് ആ എഞ്ചിനീയർ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടാണ് ആ മൂപ്പരെ പെരൻ്റെ മുകളിൽ മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടത്, ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. മൂപ്പർക്ക് വാർപ്പിനെക്കാട്ടി ഡബിൾ പൈസ വന്നുപോയി. എത്ര ഏരിയയിലെ ഡ്രസ്സ് എന്ന് പറയുമോ, ഫുള്ള് ഡബിളോടാ. ഇവിടുത്തെ മാതിരി ഓടിയും ഒരു ഓട് പോലും വെക്കാൻ പറ്റില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എലി കയറൽ, മെരു കയറൽ. മൂപ്പരെ വീട്ടിലെല്ലാവരും ഫാമിലി ഗൾഫിലാണ്. ഇടയ്ക്ക് വന്ന് നോക്കുമ്പോണ്ടാവും ഒരു ഓട് ഇവിടെ വീണിട്ടുണ്ടാവും, ഓരോട് വീണിട്ടുണ്ടാവും. എന്നിട്ട് അയാൾ ഗൾഫിൽ നിന്ന് കരിയും. നമ്മളെന്താ ചെയ്യുക, അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ ഏകദേശം ഡൈനിങ് ഹാളിൻ്റെ ഏരിയത്തെ ഓടി 2-ാം വട്ടം വിരിച്ചതിന് ശേഷം വയ്ക്കാണ്ട് മൊത്തം ഊരിക്കാണ്ട് എന്താക്കിയെന്നറിയും, സിലിക്കോൺ അടിച്ച്. ഏത് സീലിംഗ് ഓടിച്ച് വീഴാൻ പാടില്ല, മൊത്തം സിലിക്കോൺ അടിച്ച്. അപ്പോൾ അത് റെഡിയായി. പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏരിയ ഓടി വീഴുകയാണെങ്കിൽ നമ്മൾ എന്താക്കുന്നറിയോ, അവിടെ സിലിക്കോൺ അടിക്കേണ്ടി വരും. പിന്നെ ആ വീട്ടിൽ ഒരു ഭാഗം ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ താഴത്തേക്ക് പോണത്, അവിടെ ഒരു വാൽക്കണിയാണ്. അപ്പോൾ കുട്ടികൾ ഓടുമ്പോൾ കുട്ടികളെ തല ഇട്ടിക്കുകയാണെങ്കിൽ ആ ഓട് പൊന്തിന്ന് വെക്കാം. സീലിംഗ് ഓട് നമ്മൾ വെച്ച് കഴിഞ്ഞ് നിങ്ങൾ പൊന്തിച്ച് കൈയൊക്കെ തട്ടിനോടത്തൊക്കെ ആണെങ്കിൽ ഓട് പൊന്തിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ഓട് താത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് താത്താനില്ല, എനിക്കും താത്താൻ കഴിയില്ല. അത് മുകളിൽ കൂടെ കയറിയിട്ട് നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഓട് ഊരിയിട്ട് കൈ കൊണ്ട് താത്തിക്കണം. അപ്പോൾ ഈ ഏരിയയിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാറ കയ്യോ തലൊന്നും മുകളിൽ തട്ടൂല. പക്ഷേ ഇവിടെ സ്റ്റെപ്പ് ക്ലിയർ ആക്കുക. അതേപോലെ തന്നെ മാക്സിമം ചെറിയ പീസൊക്കെ വരുന്നിടത്തൊക്കെ സിലിക്കോൺ അടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആജീവനാന്തം സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഓരോ വർക്കിനും അതിൻ്റെ ടൈമിംഗ് ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ 1 ഡേ സീലിംഗ് 1 ഡേ സെറാമിക് ഫുൾ പരിപാടി വരും. ഈ വീടിൻ്റെ ക്ലൈൻറ്റ് എന്നുള്ള ലെവലിൽ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി കണ്ട ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 80% ഇതിൻ്റെ മുകളിൽ വാർപ്പന്നാണ്. അവിടെ മാത്രം ഡ്രസ്സ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്, ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഏട്ടയപ്പം വാർപ്പാക്കാമായിരുന്നു. പക്ഷെ അതിനുപരി നിങ്ങൾ എന്താക്കി ആ ഡ്രസ്സാക്കിയിട്ടുണ്ട്. അത് ഡബിൾ പറലിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഒരു കാരണം എന്താണ്, അവിടെ ഡ്രസ്സാക്കാനുള്ള കാരണം ഒന്ന്, നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതായത് നമ്മളെ അനിയൻ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ ഉള്ളത് ഇർഷാദ്.
അപ്പോൾ അവനും പ്രത്യേകിച്ച് പറഞ്ഞത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ആംബിയൻസ് എല്ലാം കിട്ടും. ആ ലെവലാണ് വീട് മോഡൽ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ ഉള്ളിക്കാണ് കയറിയാണ് നേരെ റൂഫാണ് കാണുന്നത്. ആ ഡ്രസ്സ് ചെയ്ത ഏരിയക്ക് 2 പട്ടി കയറിണ്ട്. ഏത് സീലിംഗ് ഓടിനും വേണ്ടി ഒരു പട്ടിക അടിയിലടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സീലിങ്ങിൻ്റെ ഓട് വാങ്ങണം. പിന്നെ അടുത്ത പട്ടികയിൽ മറ്റേതും വരികയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ എക്സ്പെൻസ് കൂടില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വാർപ്പല്ലേ നല്ലത്? വാർപ്പല്ല നല്ലത്, നല്ലത്. ഇതൊരു ഷോ ആണ്, മാത്രമല്ല കൂളിംഗ് ആണ്, മാത്രമല്ല നമ്മള് പിന്നെ അത് വാർപ്പും ഇതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വലിയൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു പൊതുവെ കാരണം ഈ ഡ്രസ് വർക്കില്ല, ഞാൻ പറഞ്ഞാ ഈ ഡ്രസ് വർക്ക് ഇപ്പം നിങ്ങളെ കൂടുമ്പോൾ ഡ്രസ്സിന്റെ ചെറിയൊരു ഭാഗ്യമേ ഉള്ളൂ. ഈ പണി മൊത്തം കഴിഞ്ഞാൽ പല ക്ലയൻറ്റിനോട് പറഞ്ഞ കാര്യമുണ്ട്, വാർപ്പേന് നല്ലതെന്ന് പറയും. എന്താ പറയുക, എക്സ്പെൻസ് കൂടി പോയല്ലോ. ഇപ്പം ഇതുമ്പോൾ തന്നെ 2 പട്ടിക വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ ഒരു പട്ടിക വരുന്നതുകൊണ്ട് സീലിങ്ങിന് ഉണ്ടെങ്കിൽ എത്ര വില എന്ന് പറയുന്നത് 40 രൂപ വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. പൈസ ഇതിന് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇത് മെയിൻ അടുപ്പിക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ സ്റ്റൈൽ തന്നെയാണ്. അത്രേ ഉള്ളൂ. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ആംബിയൻസ്. അപ്പോൾ ആ പണിയിൽ നിങ്ങൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ എഞ്ചിനീയർ അനിയനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും നിങ്ങൾ ഹാപ്പി ആയാൽ മതി. കാരണം എന്താ പറയുക, കാണുന്ന ആൾക്കാർ വലിയ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം ഇനി ഓട് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫടാഫട് വിരി. എന്നാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വൈൻഡപ്പ് സെറ്റ്.